വിഷുവിന്റെ തലേന്ന് ഞങ്ങൾ വെച്ചുകൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യപ്പൊക്കെ ഉണ്ടാക്കുകയാണ്. നെയ്യപ്പം ചിക്കൻ കറി ആയിട്ടോ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. പിന്നെ വിഷു കണി വെക്കാനുള്ള ഫ്രൂട്ട്സും പിന്നെ പിറ്റേ ദിവസം വിഷുവിന് സദ്യ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇനി പടക്കൊക്കെ പൊട്ടിക്കാൻ പോകും കേട്ടോ. നിവിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഇട്ടാപ്പട്ടി പറഞ്ഞ സാധനമുണ്ട്, ചെറുത്. അത് മാത്രമേ അവൻ പൊട്ടിക്കുകയുള്ളൂ. അത് പേടിയില്ല. അപ്പം അത് അവൻ തന്നെ ഇങ്ങനെ പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വലിയ പടക്കങ്ങളോ വലിയ പൂത്തിരികളോ ടിജി പറയുന്ന പൂത്തിരികളൊക്കെ പേടിയാണ്. ബാക്കിയൊക്കെ ഇനി നമ്മളാണ് കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിരിക്കും. ബേബി ഇതിനാട്ടോ അതിന്റെ മെയിൻ ആൾക്കാർ. പടക്കം പൂത്തിരി ഇതൊക്കെ കത്തിക്കുന്ന ആൾക്കാർ ഇവരാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഈ പടക്കം പൊട്ടിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ വെച്ചെടുത്തു കേട്ടോ. അങ്ങനെ വെച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പടക്കം പൊട്ടിക്കാൻ വന്നു. വിഷുവിന്റെ തലേന്ന് വരെ ഞങ്ങള് ലതമേമ്മേന്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഉണ്ണി 2 ചാക്ക് നിറച്ച് പടക്കങ്ങളും പൂത്തിരികളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തന്നായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ വിഷു ഗംഭീരാക്കിയത്. അങ്ങനെ കുറേ സമയങ്ങൾ പടക്കങ്ങളും പൂത്തിരികളൊക്കെ കത്തിച്ചു. നിവിക്ക് ഭയങ്കര പേടിയാട്ടോ. ഇതെല്ലാം ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നത്, ഭയങ്കര തീ വരുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. ചെറിയ സാധനങ്ങളൊക്കെ അവന് കുഴപ്പമില്ല. നിവിക്ക് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലെ സാറയ്ക്കും പടക്കങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പടക്കങ്ങളൊന്നും അധികം പൊട്ടിച്ചില്ല. ഇങ്ങനെയുള്ള പൂത്തിരികളും സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ഉപയോഗിച്ചത്. നിവി കത്തിച്ച ഒരേ ഒരു പൂത്തിരി ഇതാട്ടോ, ഈ കളർ പൂത്തിരി. അതാവുമ്പോൾ കയ്യിലോട്ട് തെറിക്കുക അങ്ങനെയൊന്നുമില്ല. അതവൻ കുറേ കത്തിച്ചു. ആ പെട്ടി മുഴുവൻ അവൻ തന്നെയാണ് കത്തിച്ചത്. അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടക്കങ്ങളൊക്കെ കത്തിച്ച് ലാസ്റ്റ് ആവാറായപ്പോഴത്തേനും നിവീന്റെ ഇത് പൊട്ടലൊടുങ്ങി. അവൻ കരഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലൊക്കെ നിർത്തിയിട്ടോ. ഇപ്പൊ തന്നെ സമയം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മള് വിഷുക്കണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു. എന്നിട്ട് പോയി കിടന്നു കേട്ടോ. പിന്നെ രാവിലെ വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അമ്മ നമ്മളെ വിളിച്ചുണർത്തിയിട്ട് കണി കാണിച്ചു തന്നു. അതേപോലെ നിവീനെയും അമ്മ വിളിച്ചുണർത്തിയിട്ട് കാണിച്ചു കേട്ടോ. വിളിച്ചുണർത്തിയിട്ട് അവൻ പ്രാർത്ഥിക്കുകയും തൊഴുകയൊക്കെ ചെയ്തു. കണി കണ്ടു കഴിഞ്ഞാലുള്ള പ്രധാന പരിപാടി നമുക്ക് വിഷു കൈനീട്ടം കിട്ടും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറേ കിട്ടിയായിരുന്നു. ഇപ്പൊ ദാരിദ്ര്യമാണ്. വലുതായതുകൊണ്ട് ഇപ്പോൾ അധികമൊന്നും വിഷു കൈനീട്ടം കിട്ടാറില്ല. ആകെ തരുന്നത് അച്ഛനും അമ്മയായിരിക്കും. അങ്ങനെ അച്ഛൻ്റെ വക തന്നെ ആദ്യം തന്നെ കിട്ടി കേട്ടോ. എല്ലാവർക്കും കിട്ടി. എല്ലാവരും കണിയൊക്കെ കണ്ടു വന്നിട്ട് അച്ഛൻ കൊടുത്തു. അങ്ങനെ എനിക്ക് കിട്ടി അച്ഛൻ്റെ വക കൈനീട്ടം. അത് കഴിഞ്ഞിട്ട് അമ്മേന്റെ വകയും കിട്ടി. കൈനീട്ടം കിട്ടിയതിൽ ഏറ്റവും റിച്ച് ഇവനാട്ടോ. ഇവന് ഇപ്രാവശ്യം 550 രൂപ കിട്ടി. നമുക്കൊന്നും അത്രയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പടക്കം പൂത്തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങിട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ചെറിയൊരു രീതിയിലുള്ള സദ്യ ഉണ്ടാക്കി വിഷുവിന്. പപ്പടം, മാങ്ങാച്ചാറുണ്ടായിരുന്നു, അതേപോലെ അവിയലുണ്ടായിരുന്നു, പിന്നെ പയറുതോരൻ, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, മത്തനും പയറുകുരും, സാമ്പാർ, രസം, അരിപ്പായസം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നുണ്ടു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആഘോഷിച്ചത്.